എത്ര പെട്ടെന്നാണല്ലേ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലോട്ട് കയറുന്നത്. 2025 ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ച എൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രഗ്ലിംഗ് ഉള്ള വർഷം അതായിരിക്കുമെന്നായിരുന്നു. പക്ഷേ ഏകദേശം പകുതിയൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ വിചാരിക്കണ പോലെയല്ല നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും നല്ല വർഷമായിരുന്നു ആ കടന്നുപോയതൊന്നും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, 2026 25-നേക്കാളും അടിപൊളിയായിരിക്കും 26 നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഇവിടെ ഇങ്ങനെ ഏറ്റവും റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റണതിൻ്റെ ഏറ്റവും മെയിൻ കാരണം ചിലപ്പോൾ കഴിഞ്ഞുപോയ ആ വർഷമായിരിക്കാം. അപ്പം ഞാൻ എന്താ പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങളിലേക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ? എൻ്റെ ഈ വർഷത്തെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, പറ്റണ പോലെ വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ ഭയങ്കര ബിസി ആയതുകൊണ്ട്, ബിസി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളല്ല, കുഞ്ഞു കാര്യത്തിൽ തന്നെ ഞാൻ ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുത്തിടാൻ പറ്റാറില്ല. ഈ വർഷമെങ്കിലും പ്രോപ്പറായിട്ട് വീഡിയോ എടുത്തിടുക എന്നതാണ് ഈ വർഷത്തെ എൻ്റെ തീരുമാനം. നടക്കുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുക, കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്.